ഏകദേശം ഒരു 5000 രൂപയുടെ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ഇത്രയും മേടിച്ച് കൂട്ടിയത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വേറൊന്നിനുമല്ല, ഈ കാണുന്നതാണ് എൻ്റെ ആർട്ട് സ്റ്റുഡിയോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ആർട്ട് സ്റ്റുഡിയോ ആക്കി മാറ്റാൻ പോകുന്ന സ്പേസ്. സോ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡെസ്ക്, പിന്നെ പ്രിൻ്റർ, ലാപ്പ്, അങ്ങനത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സ്പേസിലുള്ളത്. സോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പുതുതായിട്ട് മേടിച്ച ഈ ഒരു 100 കാർഡ്ബോർഡ് ഷീറ്റുകളാണിത്. ആൻഡ് 1 മീറ്റർ ലെങ്തും വിട്ടുമുള്ള 100 കാർഡ്ബോർഡ് ഷീറ്റുകളാണ് ഈ ഇരിക്കുന്നത്. സോ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റുകൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിൽ കൂടുതൽ വർക്കുകളും നടക്കാൻ പോകുന്നത്. ഒട്ടും ലൈഫില്ലാത്ത ഈ ഒരു ബ്ലാങ്ക് സ്പേസിനെ ഒരു ആർട്ട് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സ്പേസ് ആക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. സോ അതിനുള്ള മെറ്റീരിയൽസും ഐഡിയാസും കാര്യങ്ങളും ഒക്കെ റെഡിയാണ്. ഇനി വർക്ക് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ഈ ഒരു ജേണിയിൽ നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാർഡ്ബോർഡ് DIYകൾ കാണാം. ആൻഡ് കൂടുതൽ പേര് യൂസ്ഡ് കാർഡ്ബോർഡുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ബട്ട് എനിക്കിപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് എല്ലാ കടകളിലൊക്കെ പോയി ഓരോന്നൊക്കെ സെലക്ട് ചെയ്ത് ചിലതൊക്കെ കേടായിരിക്കും, നമുക്ക് പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരിക്കില്ല. സോ അങ്ങനെ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നതിന് പകരം ഇതിനകത്തെ ഷീറ്റുകൾ, ഇവിടെ അടുത്തൊരു കമ്പനിയുണ്ട് അതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ അവിടെ പോയിട്ട് ഈ ഷീറ്റുകളൊക്കെ മേടിക്കാൻ ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഷീറ്റുകളെല്ലാം എടുത്തത്. സോ അതാണ് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ കഥ എന്ന് പറയുന്നത്. സോ ഇനി ഇതുവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ സെറ്റപ്പുകൾ, സ്റ്റുഡിയോ ഫുൾ സെറ്റപ്പുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഷെൽഫുകൾ, പിന്നെ കുറച്ച് ഐഡിയാസൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. സോ അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇരുന്ന കാർഡ്ബോർഡുകളെല്ലാം ഞാനെടുത്ത് ഇപ്പുറത്ത് കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി അതവിടെ ഇരുന്നോളൂ, നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഡെസ്ക് സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ എൻ്റെ മെയിൻ ലാപ്ടോപ്പൊക്കെയുള്ള മെയിൻ ഡെസ്ക് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഡെസ്ക് ഉണ്ട്, അത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് കട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. സോ പിന്നെ ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട്, ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ യൂസ് അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്കൊരു സോഫ കിടപ്പുണ്ട്. സോ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് കറക്റ്റായിട്ട് അങ്ങ് ഫിക്സ് ആക്കിയിട്ടില്ല ഞാൻ. ഇത് തൽക്കാലം ഇതിവിടെ കിടപ്പുണ്ട്, ഇവിടെ 2 ട്യൂബ് കിടപ്പുണ്ട്, ഇതെനിക്കിവിടെ ഫിക്സ് ചെയ്യണം. സോ അത് ഫ്യൂച്ചറിൽ ഫിക്സ് ചെയ്യും. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ കാർഡ്ബോർഡ് പീസുകളെല്ലാം വെച്ചേക്കുന്നത്. സോ എന്തിനാണ് ഇത്രയും കാർഡ്ബോർഡ് പീസുകൾ മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് കണക്കത്തെ ഫോം ഷീറ്റുകൾ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 5 ഷീറ്റ്, ഇതിപ്പോൾ കട്ട് ചെയ്ത പീസാണ്, 8x 4 സൈസ് വരുന്ന ഇതിൻ്റെ ഒരു 5 ഷീറ്റ് മേടിക്കുന്ന അതേ പ്രൈസിന് എനിക്ക് ഈ ഒരു 100 ഷീറ്റ് മേടിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ്ബോർഡിലോട്ട് പോയത്. എല്ലാം സെയിം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് കാർഡ്ബോർഡുകളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇത് കണക്കത്തെ 3 പ്ലൈ ബോർഡ്, അതായത് 3 ലെയർ പേപ്പറാണ് ഇതിനകത്ത് വരുന്നത്. സോ പിന്നെന്ന് പറയുന്നത് ഇത് കണക്കത്തെ 5 പ്ലൈ ബോർഡ്, അതിനകത്ത് 5 ലെയർ പേപ്പറുകളാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണും, ഒരുപാട് കുഴപ്പങ്ങൾ കാണും. പിന്നെ അതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോ എടുക്കുന്നതനുസരിച്ച് റെഡി ആയിക്കൊണ്ട് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അത് കാർഡ്ബോർഡൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ അതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഇത് ജസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോ കാണിച്ചു തന്നില്ലല്ലോ. സോ സ്റ്റുഡിയോ സ്പേസിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു മെയിൻ ഹാളാണ് നമുക്കുള്ളത്. ഇതിപ്പോൾ ഇതിനകത്തുള്ള എല്ലാം എൻ്റെ സാധനങ്ങളാണ്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇവിടോട്ട് വരുമ്പോൾ ഒരു കിച്ചണാണുള്ളത്. സോ അവിടെ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചേക്കുവാണ്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ളതാണ്. തൽക്കാലം ഇവിടെ ഇരിക്കുന്നു. സോ ഇവിടോട്ട് വരുമ്പോഴത്തേക്കും ഇത്രയൊരു സ്പേസ് ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. പിന്നെ ആ ഡോർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബെഡ്റൂം, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, ഇത്രയാണുള്ളത് ഈ ഒരു സ്പേസിൽ. സോ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പുതിയ പ്രോജക്ട്സുമായിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങളുടെ സപ്പോർട്ടെല്ലാം എനിക്ക് ആവശ്യമുണ്ട്. സോ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ വരാം. അതുവരേക്കും ബൈ. Hello guys, it's Vivek. Welcome to my channel. So, if you are wondering what place is this, hello guys, it's Vivek. Welcome to my channel. ഞാൻ ആർട്ടിസ്റ്റാണ്, ഒരു ഡിസൈനറാണ്, ആൻഡ് അതിനുപരി ഒരു യൂട്യൂബർ ആകണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. Hello guys, it's Vivek. Welcome to my channel. So,
ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ സ്റ്റുഡിയോ സ്പേസിലാണ്.